എല്ലാവർക്കും ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ ആഴ്സണലിൻ്റെ പ്രസ്സിംഗ് സ്ട്രാറ്റജിയും അതുകൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൗണ്ടർ പ്രസ്സിംഗ് സ്ട്രാറ്റജിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം തന്നെ രണ്ട് ടീമിൻ്റെ ഫോർമേഷനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കാണുന്നതാണ് രണ്ട് ടീമിൻ്റെ ഫോർമേഷൻ. പക്ഷേ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു പ്രശ്നമുണ്ട്. കാരണം മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സും മൂന്ന് ആഴ്സണൽ പ്ലെയേഴ്സും, അതായത് ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഔട്ട് പ്ലേ ചെയ്യും മിഡ്ഫീൽഡിൽ. അപ്പം ഇത് മറികടക്കാൻ വേണ്ടി അമോറിം ചെയ്ത ഒരു ചെറിയ ട്വീക്ക് ഉണ്ട്. അത് ഒരു പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാനൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡിലിറ്റിനെ കുറച്ച് മിഡ്ഫീൽഡിലേക്ക് ഇറക്കി കളിച്ച് കാസമീറോമായിട്ടൊരു ഡബിൾ പ്രിവറ്റ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അമോറിത്തിൻ്റെ ആ ഒരു ചെറിയ ട്വീക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ആഴ്സണലിൻ്റെ ഫ്രണ്ട് ത്രീ യോക്കറസ്, സാക്ക, മാർട്ടിനെല്ലി. അപ്പോൾ അവർ മൂന്ന് പേരെയാണ് ആർട്ടേറ്റ ആ ഒരു പ്രസ്സിങ്ങിന് ചുമതലപ്പെടുത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോക്കറസിന് മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻട്രൽ ഏരിയ ഇൻക്ലൂഡിങ് ഗോളി. ഈ ഒരു പ്രസ്സിംഗ് ആയിരുന്നു ആ ഒരു തുടക്ക സമയത്ത് യോക്കറസ് ചെയ്തിരുന്നത്. അതുകൂടാതെ മാർട്ടിനെല്ലി ഈ ഒരു പൊസിഷൻ, സാക്ക ഈ ഒരു പൊസിഷൻ എന്നതായിരുന്നു ആഴ്സണലിൻ്റെ ഒരു പ്രസ്സിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. പക്ഷേ കളി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞേരം ആർട്ടേറ്റയ്ക്ക് മനസ്സിലായി അതൊരു ചെറിയ ഒരു പിഴവാണെന്ന്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ക്ലിപ്പിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ ഇതാണ് മാർട്ടിനെല്ലി, ഇതാണ് യോക്കറസ്, ഇത് സാക്ക, അതുകൂടാതെ ഡിലീറ്റ്, കസമീറോ. ഡിലീറ്റിനെയും കസമീറോനെയും ഫോക്കസ് ചെയ്യുന്നത് ഒഡഗാർഡും റൈസുമാണ്. അപ്പം ഈ ഒരു രീതിയിൽ യോറോനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർട്ടിനെല്ലിയാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ആഴ്സണലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ ഇതാണ് ദാലോ. അപ്പോൾ ദാലോനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിഫിയോറയാണ്. അതുകൂടാതെ എംബോമെ നമുക്കിവിടെ കാണാം. എംബോമ സെൻട്രൽ നിന്നും ആ മിഡ്ഫീൽഡ്, ആ ലെഫ്റ്റ് സൈഡ് മിഡ്ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൈറ്റ് സൈഡ് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം എംബോമേനെ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ മഗാലസ് ആണ്, ഗബ്രിയൽ. ആഴ്സണലിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സ്പേസ്, അതായത് പിറകിൽ വരുന്ന ആ ഒരു ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വൈഡ് ഓപ്പൺ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു ക്ലിപ്പിൻ്റെ ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്പേസ്, അത്രയും സ്പേസ് കിട്ടിയ സ്ഥലത്തേക്ക് മൗണ്ട് ബോള് പന്ത് തട്ടി കൊടുത്തു. എംബോമയ്ക്ക് ഡയറക്റ്റ് ഓടി കയറി പോസ്റ്റിലേക്ക്, അതായത് ഒരു നല്ല സൂപ്പർ അറ്റാക്ക് നടത്താൻ പാകത്തിൽ പന്ത് കിട്ടി. അപ്പം ഇത്രയും സ്പേസാണ് പിറകിൽ ആഴ്സണൽ ഒഴിഞ്ഞു കൊടുത്തത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മാർട്ടിനെല്ലി യോറോനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ പോയി. ആ സ്ഥലത്ത് കാലിഫിയോറി, ദാലോനെയും ഗബ്രിയൽ, എംബിയുമേനെയും ക്ലോസ് ഡൗൺ ചെയ്യാൻ പോയി. അപ്പം ആർട്ടേറ്റയ്ക്ക് മനസ്സിലായി ഇതേപോലെ ഫ്രണ്ടിൽ മൂന്ന് ആളെ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ലൈനിലെ ഒരു സ്ട്രക്ചർ അതിന് പണി കിട്ടുമെന്ന് ആർട്ടേറ്റയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ആർട്ടേറ്റ ഉടൻ തന്നെ ആ ഒരു പ്രസ്സിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈല് മാറ്റിയെടുത്തു. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് മാർട്ടിനെല്ലിയോട് കുറച്ച് ഇറങ്ങി വന്ന് ആ ഒരു വൈഡ് പൊസിഷൻ കവർ ചെയ്യാനും യോക്കറസിനോട് സാക്കയോടും വൈഡായിട്ട് പ്രസ് ചെയ്യാനും പറഞ്ഞു. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യോക്കറസിൻ്റെ മെയിൻ പ്രസ്സിങ് എന്ന് പറഞ്ഞാൽ അതായത് മിഡ് സെക്ഷനിലൂടെ പ്രത്യേകിച്ച് ആ ഗോളീനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇപ്പം യോക്കറസിൻ്റെ ഒരു പ്രസ്സിങ് ശൈലി എന്ന് പറഞ്ഞാൽ യോറോനെ ഫോക്കസ് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഗോളിലേക്ക് പോവുക. അതാണ് ഇപ്പം യോക്കറസിൻ്റെ ഒരു പ്രസ്സിങ് ശൈലി. ആ ഒരു പ്രസ്സിങ് ശൈലിയിൽ മാർട്ടിനെല്ലിക്ക് ഈ ഒരു പോർഷൻ
ഈ ഒരു പോർഷൻ കവർ ചെയ്യാൻ സാധിക്കും, ഇൻക്ലൂഡിങ് ഡാലോ. അപ്പോൾ കാലിഫിയോറിക്ക് എംബോമെന മാർക്ക് ചെയ്യുക, അതുകൂടാതെ മഗാലസിൻ്റെ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനും സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോയും കൂടി, ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഫ്രണ്ട് 3ൽ ആ ചെറിയ സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്തിയതിന് ശേഷമുള്ള ഒരു ക്ലിപ്പ്. അപ്പം ഈ ഒരു ക്ലിപ്പ് നോക്കിയാൽ നമ്മളെ പൊസിഷൻ ആകെ ചേഞ്ച് ചെയ്തു. മാർട്ടിനെല്ലി, ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന മാർട്ടിനെല്ലി ഇപ്പം പിറകിലേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു പൊസിഷൻ കവർ ചെയ്യാൻ തുടങ്ങി. മാർട്ടിനെല്ലി മെയിൻലി ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ദാലോയിലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ദാലോയ്ക്ക് പന്ത് കൊടുത്തു, മാർട്ടിനെല്ലി ദാലോയിലേക്ക് പോകുന്നു. അതുകൂടാതെ നമുക്ക് അതിൻ്റെ പിറകിൽ നോക്കിക്കഴിഞ്ഞാൽ കാലിഫിയോറിയാണ് എംബോമെന ക്ലോസ് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ആ ഒരു പ്രസ്സിങ് ശൈലിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എംബോമെന ക്ലോസ് ഡൗൺ ചെയ്യുന്നത് മഗാലസും, അതുകൂടാതെ ദാലോനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നത് കാലിഫിയോറി. അതിപ്പോൾ നേരെ തിരിച്ചായി. അതുകൊണ്ട് മഗാലസിന് തൻ്റെ ഒരു സെൻറ്റർ ബാക്ക് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനും പറ്റും. ആ ഒരു ആർസണലിലെ ടോട്ടൽ ബാക്ക് ഫോറിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചെറിയ ട്വീക്ക് വരുത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും വേറൊരു രീതിയിൽ അവരും ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അവരൊരു കൗണ്ടർ പ്രസ്സിങ്ങിൽ. അതെന്താണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു മാറ്റത്തിൽ ഒരു ഗുണം ഉണ്ടായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്, പ്രത്യേകിച്ച് ആ മിഡ്ഫീൽഡ് ഏരിയയിൽ, അത് മൈതാന മധ്യത്ത് കുറച്ചും കൂടി സ്പേസ് വൈഡായിട്ട് കിട്ടിയെന്നാണ്. അതായത് ഡിലീറ്റും കസമീരയും കുറച്ചും കൂടി ഉള്ളിലോട്ട് ഇറങ്ങി വരികയും ആ സമയത്ത് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒഡഗാർഡും റൈസും അവരെ ഫോളോ ചെയ്ത് ആ ഒരു മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസിന് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഫ്രീ ആയിട്ട് ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. അതിന് ഒന്നാമത്തെ കാരണം സുബിമെൻഡി അതിനു മുന്നേ 2-3 ബോളുകൾ ബയന്തറും യോറോവും ഓവർ ദ ഹെഡ് ബോളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മൗണ്ടിനും ക്യൂഞ്ഞക്കും. അപ്പം സുബിമെൻഡിൻ്റെ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇനി പ്രസ് ചെയ്യാൻ പോയാൽ അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു പ്രസ് പൊളിക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു ഐഡിയ ആയിരുന്നു ലോങ് ബോൾ കൊടുക്കുക, അതായത് ഡയറക്റ്റ് മൗണ്ടിലേക്കും ക്യൂഞ്ഞലും. അപ്പം ബയന്തറും യോറോവും രണ്ടുപേരും റൈറ്റ് ഫൂട്ടിലാണ് ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സുബിമെൻഡി ഈ ഒരു മൗണ്ടിൻ്റെയും കൂഞ്ഞേരിയും സൈഡിലേക്കും അതുകൂടാതെ ഫെർണാണ്ടസിൻ്റെ സൈഡിലേക്കും ഒരു നോട്ടം ഉണ്ടായിരുന്നു ചങ്ങായിക്ക്. അപ്പം ബയന്തറിൻ്റെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഫസ്റ്റ് നോക്കുന്ന റൈറ്റ് സൈഡിലേക്ക് പോകാനാണ്. അപ്പോൾ ആ ഒരു സ്പേസിൽ ഫെർണാണ്ടസിന് ഇവിടെ മിഡ്ഫീൽഡിൽ നല്ലൊരു എന്താ പറയണ്ടത് എം ടി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കിട്ടി. അതുകൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ത്രൂ മിഡിൽ പാസ് കൊടുത്ത് കളിക്കാനും തുടങ്ങി. അതിൻ്റെ 2 ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അതിൻ്റെ ഒറിജിനൽ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബയന്തറിൻ്റെ കാലിൽ ബോൾ കിട്ടി. നേരത്തെ നമുക്കറിയായിരുന്നു ഫസ്റ്റ് കളി തുടങ്ങിയ സമയത്ത് യോക്കറസ് ആയിരുന്നു ഡയറക്റ്റ് ബയന്തറിനെ ക്ലോസ് ചെയ്യാൻ പോയത്. പക്ഷേ ഇവിടെ യോക്കറസിന് യോറോനെ നോക്കാനുള്ള ചുമതല ഏറ്റു കൊടുത്തു. അതുകൂടാതെ സാക്കക്ക് ഷോനെ നോക്കാനുള്ള ചുമതലയായിരുന്നു കിട്ടിയത്. അപ്പം ഈ ഒരു 2 മിഡ്ഫീൽഡ് നോക്കി കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആണ്, അതുകൂടാതെ ഇത് കസമീറോ ആണ്. അപ്പോൾ അവർ രണ്ടുപേരും നോക്കുന്നത് ഒഡഗാർഡും റൈസും. അപ്പോൾ ഇവിടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പിറകിലുണ്ടായിരുന്ന സുബിമെൻഡി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുബിമെൻഡി അവർ 1-2 ബോളുകൾ അവർ ലോങ് ബോൾ കളിച്ചത് കൊണ്ട് സുബിമെൻഡി ആ റൈറ്റ് സൈഡിലേക്കാണ് കുറച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു മിഡിലൂടെ ബയന്തറിന് ഒരു ത്രൂ ബോൾ കളിക്കാനുള്ള അവസരം, ബയന്തർ കൂടാതെ അവരുടെ മിഡ്ഫീൽഡ് കളിച്ച കാസമീറോക്കും അതുകൂടാതെ ഡിലീറ്റിനും അങ്ങനെ കളിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറൊരു ക്ലിപ്പും കൂടി കാണിച്ചു തരാം. ഡയറക്റ്റ് പന്ത് ബ്രൂണോക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് സുബിമെൻഡി ബേസിക്കലി ഇവിടെ മൗണ്ടിനെയും കൂഞ്ഞേനെയും ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നോക്കിക്കോ, മിഡ്ഫീൽഡിൽ അത്രയും ഭാഗം, ആ ഒരു മൈതാന മധ്യത്ത് അത്രയും ഭാഗം ഒഴിഞ്ഞു കിട്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ ഒരു ഫ്രണ്ടിൽ ആർട്ടേറ്റ നടത്തിയ ആ ഒരു ചെറിയ ട്വീക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ മിഡ്ഫീൽഡിലൂടെ കളി മെനയാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
ഇതായിരുന്നു ആ ഒരു കളിയിലുടനീളം ആഴ്സണൽ ചെയ്ത ഒരു പ്രസ്സിങ് ഗെയിം പ്ലാനും, അതുകൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു കൗണ്ടർ പ്രസ്സിങ്ങും സ്ട്രാറ്റജിയും ഇതായിരുന്നു. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൺ ദ ബോളും ആഴ്സണൽ ഓഫ് ദ ബോളും ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതുകൂടാതെ സെയിം ഇത് നേരെ തിരിച്ചുകൊണ്ട് ആഴ്സണൽ ഓൺ ദ ബോളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഫ് ദ ബോളിലെ പ്രസ്സിങ്ങും. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രസ്സിങ് ആഴ്സണലിൻ്റെ പ്രസ്സിങ്ങുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.